ലക്ഷ്മി നാരായണ ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് 1199 ആണ്ടത്തെ വിഷുഫലമാണ് പറയുന്നത്. കുംഭശനി മേടവ്യാഴകാലം കൊല്ലവർഷം 1199 ആണ്ട് മീനമാസം 31 തീയതി ഇംഗ്ലീഷ് വർഷം 13/4/2024 ശനിയാഴ്ച രാത്രി 8:51 മകയിരം 4-ാം പാദം അതായത് മിഥുനക്കൂറിൽ ശുക്ലപക്ഷ ഷഷ്ടി തിഥി വന്ദികരണം ശോഭന നാമനിത്യോഗം എന്നിവ കൂടിയ സമയം ആകാശ ബോധോദയം കൊണ്ട് മേടരവി സംക്രമം. രോഹിണി മകയിരം തിരുവാതിര ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വളരെയധികം ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതാണ്. ധനം ചെലവഴിച്ചിട്ടുള്ള ഏത് പുതിയ സംരംഭവും വളരെ ആലോചിച്ച് മാത്രമേ തീരുമാനിക്കാവുള്ളൂ. കാരണം ധനനഷ്ടത്തിന് അല്ലെ ധനനാശത്തിന് സാധ്യതയുണ്ട്. അതുപോലെ രോഗവിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പകർച്ചവ്യാധികൾ അല്ലെ രോഗാപത്തുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ചെറിയ രോഗങ്ങളാണെങ്കിൽ കൂടിയും വളരെ ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ്. വരവിനേക്കാൾ വളരെയധികം വ്യയം വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് വേണം ധനം ചെലവഴിക്കുന്നതിന്. പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ എല്ലാ വിധത്തിലുള്ള അഭീഷ്ടസിദ്ധിയും ഏതെല്ലാം കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു അല്ലെ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാനിരുന്നു, ഉപരിപഠനം പോലുള്ള വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങൾ, വിദേശ യാത്ര അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ അഭീഷ്ടങ്ങളൊക്കെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം കീർത്തി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത്തം, ചിത്തിര, ചോതി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ബന്ധുക്കളുടെ ആപത്തുകൾ മൂലം അല്ലെ ബന്ധുക്കൾക്കുണ്ടാകുന്ന രോഗദുരിതങ്ങൾ മൂലം വളരെയധികം ക്ലേശം, മാനസിക ക്ലേശം ഉണ്ടാവാൻ ഇടയുണ്ട്. സ്വജനങ്ങളിൽ നിന്നും വളരെ വിപരീതമായ ചില അനുഭവങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. അതുകൊണ്ട് സ്വജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴും മറ്റ് ഇടപാടുകൾ നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതാണ്. പൊതുവായിട്ട് ഇടപെടുന്ന കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളുടെ മധ്യസ്ഥത വഹിച്ച് ഇടപെടുന്ന കാര്യങ്ങളിലും ചിലപ്പം വളരെയധികം മനക്ലേശവും അപമാനവും ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ട് ഇടപെടുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇടപാടുകൾ നടത്തേണ്ടത്. വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് എല്ലാ വിധത്തിലുള്ള ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളും ഉണ്ടാവുന്നതാണ്. അതായത് ഏത് കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്നതിന് വളരെയധികം പ്രശസ്തി ഉണ്ടാവാനുള്ള ഇടയുണ്ട്. വിശേഷിച്ച് ജനപ്രീതികരമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർ, പൊതുജന പ്രവർത്തകർ അവർക്കൊക്കെ വളരെയധികം ബഹുമാനവും ജനപ്രീതിയും വർദ്ധിക്കാൻ ഇടയുള്ള സാഹചര്യമാണ്. തിരുവോണം, അവിട്ടം, ചതയം നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതാണ്. ആയുധം കൊണ്ട് മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് ദേഹം മുറിയുക, അതുപോലെ തന്നെ നാൽക്കാലികൾ, പശു, പട്ടി അങ്ങനെയുള്ള ഇതിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ടുന്നതാണ്. പശു, പക്ഷി ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. വാഹന സംബന്ധമായും യാത്രാ വിഷയങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്നതാണ്. ദേഹത്ത് മുറിവ് ചതവുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്കുണ്ട്. ചെറിയ രോഗങ്ങളാണെങ്കിലും വളരെ ശ്രദ്ധ വേണ്ടുന്നത് ആണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനനേതൃത്വവും മേലാധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവും ഫലമാകുന്നു. വർഷം ഒരു പറയാണ്, അതുകൊണ്ട് തന്നെ ധാരാളം മഴ ലഭിക്കും. വായുഭീതിക്ക് ഇടയുണ്ട്. അതായത് കാറ്റ് മൂലം നാശനഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ സസ്യസമൃദ്ധി ഉണ്ടാവും. ഭരണകർത്താക്കൾ തമ്മിൽ അന്യോന്യം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാവുകയും അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടാനും ഇടയുണ്ട്. എങ്കിലും ഭരണകർത്താക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഉത്തര ദിക്കിലുള്ളവർക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങളും ഉണ്ടാവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ളവർക്കും
വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്കും പലവിധ ക്ലേശങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. കാർഷിക രംഗത്ത് പൊതുവെ പുരോഗതിക്ക് ഇടയുണ്ട്. ക്ഷീര കർഷകർക്ക് വളരെ അനുകൂലമായ ഫലമാണ്. എങ്കിലും വളർത്തു മൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് നാൽക്കാലികൾക്ക് രോഗക്ലേശത്തിന് ഇടയുണ്ട്. അനിഷ്ടഫലങ്ങളും അരിഷ്ടതകളും പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർ അവരവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളും ഈശ്വര ഭജനങ്ങളും സത്കർമ്മങ്ങളും ചെയ്യുക മൂലം അവരുടെ ദുരിതങ്ങൾ കുറയ്ക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്യേണ്ടതാണ്. താങ്ക്